ഡേയ് വീണ്ടും പാറപ്പുറത്തേറി ഇരിപ്പാണല്ല. എന്തൊരു പ്രശ്നമുള്ള ലക്ഷണം ഉണ്ടല്ലേ? ഞാൻ ജനിച്ചപ്പോഴേ പ്രശ്നം നിന്നടേ, എൻ്റെ വിധി. ഡേയ് എന്ത് പ്രശ്നം ഇത്? ഇവിടെ പന്തിയില്ലാത്ത ഒരുത്തന്നെ മോളെ കല്യാണത്തിന് ഞാൻ പോണമെന്ന് അവരോട് നിർബന്ധിക്കണേ എന്നെ. പന്തിയില്ലാത്തത് അതാര്? അവളെ കുഞ്ഞമാരെ മോളെ ഭർത്താവ് രാജ്കുമാർ, മറ്റേ അവനെ രായുവേ അവൻ്റെ കല്യാണം ആരാടാ? അത് കല്യാണം അവൻ്റെ മോളെ, അവളെ കുഞ്ഞമാരെ മോളെ കല്യാണം. എന്നെ നിർബന്ധിക്കണ്, ഭയങ്കര വാശി നിൽക്കണം. നീരു എന്നെ കൊണ്ടേ പോകണമെന്ന് പന്തം കെട്ടി വെച്ചേക്കാണ്. ഏത് മോള്? നീ എന്തിനാണ് ഈ പറയണത്? നീ കല്യാണത്തിന് പോണില്ലേ? എൻ്റെ പട്ടിയോ അവള് ഭയങ്കര വെല്ലുവിളിച്ചിട്ടാ എന്നെ കൊണ്ടേ പോകുള്ളൂ, ബാലിനെ കൊണ്ടേ പോകുള്ളൂ. ആര് വെല്ലുവിളി? നീലോ? ആ ഡേയ് വെല്ലുവിളിക്ക് തോറ്റു കൊടുക്കല്ലേ. വെല്ലുവിളിക്ക് തോക്കാൻ നിന്നാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. ഇതൊക്കെ നമ്മുടെ ഒരു പിടിപിടിച്ചോണ്ടല്ലോ, അത് പിടിച്ചതായിരിക്കും. പക്ഷെ ഞാൻ പിടിച്ചിട്ട് കാര്യമില്ലടാ, പിടി കിട്ടുന്നില്ല, ഞാൻ തോറ്റുവേടാ. ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ മിണ്ടാതപ്പോ. വയസ്സാം കാലത്ത് വാശിക്ക് നിൽക്കണ്ട. ചെന്ന് നാലുക്കൊപ്പം ഇരുന്ന് പന്തിയിലിരുന്ന് സദ്യ കൊണ്ടിട്ട് വീട്ടിൽ വന്നിരുന്ന് ഉറങ്ങാൻ നോക്കും. ചെല്ല്. നീ പോണാ? എടേ പോടാ, വീട്ടിൽ ചെന്ന് ഉള്ളത് കൊടുത്തോണ്ട് ചെല്ല്. വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോ. അപ്പൊ പോയേ പറ്റുള്ളല്ലേ? അവള് വിളിക്കും, ചെല്ല്. മക്കളെയാ കല്യാണം അല്പം ഐശ്വര്യം വന്നാൽ അടുത്ത രാത്രി കൊട പിടി. അച്ഛാ ഒരു 2-3 മണിയാകുമ്പോ നമുക്ക് പോവാല്ലേ? എവിടെ കല്യാണത്തിന്? അപ്പൊ നീ തീരുമാനിച്ച അമ്മേനെ ഇവിടെ പോവായി? അല്ല ചെല്ലണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ ദിയ ചേച്ചി പ്രത്യേകിച്ച് വിളിച്ച് പറഞ്ഞു. ദിയ ചേച്ചി വിളിച്ചാ പ്രത്യേകിച്ച് പോണം, പോവാതിരിക്കരുത്. നീ റെഡി ആവണില്ലേ? ആ റെഡി ആവുന്നുണ്ട്. എന്നാ പോയി ഡ്രസ്സൊക്കെ അണിച്ച്. മുടിയാ ലച്ചു എന്തേ താങ്ങി തൂങ്ങിക്കണേ? വരണില്ലേ? വരണോ? എന്താ വരണില്ലേ? അപ്പൊ വരാം. നീ എന്തടേ പന്തം കണ്ട പരിചാഴിയെ പോലെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കണേ? എന്ത്? ഒന്നുമില്ല. നീ പോണില്ലേ? അത് ചേച്ചി കല്യാണത്തിന് പോവാൻ നിർബന്ധിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എന്തോ പോലെ. എന്തോ പോലെ? അത് ബാലുചേട്ടൻ കല്യാണത്തിന് പോകുന്നില്ലല്ലോ. പിന്നെ ബാലുചേട്ടന്റെ ബന്ധുക്കളാണല്ലോ ഞങ്ങള്. പിന്നെ ഈ വീട്ടില് വരാൻ കാരണവും ചേട്ടനാണല്ലോ. അത് എപ്പോഴും ഓർമ്മ വേണം, മറക്കല്ലേ കേട്ടാ. രമേ എന്തെങ്ങനെ നിക്കണേ? ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് പോവാനുള്ളതാ. വല്ല റെഡിയാക്കിയോ അടുക്കളയില്? ഞാൻ ഒരു സാരി എടുത്ത് വെച്ചിട്ടുണ്ടാ. പുതിയ സാരിയാ? അയ്യോ ഇപ്പൊ റെഡിയാക്കാൻ ചേച്ചി ചോറും കറിയും. ഒറ്റ സാരിയില് രമ വീട്. ഇങ്ങനെ ഇരിക്കണം പെണ്ണുങ്ങൾ. എന്ത് കല്യാണത്തിന് വാച്ചാ? അയ്യടാ കള്ളാടാ. എടാ ഞാൻ വിചാരിച്ചു നീ അച്ഛൻ്റെ കൂടെ നിൽക്കുമെന്ന്. നീ എന്നെ മനസ്സിലാക്കിയില്ലടാ, നീ കൂറു മറിയല്ലടാ. അച്ഛൻ ഞാൻ കൂറൊന്നും മാറിയതല്ല. എനിക്ക് മറ്റേ അങ്ങളുടെ പേരെന്തായിരുന്നു? രാജകുമാർ അങ്കളും ദിയ ചേച്ചി വന്ന് വിളിച്ചാൽ എനിക്ക് ഒരു പ്രശ്നവുമല്ല. അതിലൊക്കെ ഞാൻ അച്ഛന്റെ കൂട്ട് തന്നെ. പക്ഷെ എനിക്ക് സദ്യ അതാ. കൊതിയും കേശു ചെന്ന് ഉണ്ണു പോ. നീ പോ. അച്ഛാ നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് തലകുഞ്ചി നിൽക്കുന്നതന്നെ നല്ലത്. അതാവുമ്പോ നമുക്കിനി അമ്മയുടെ മനസ്സിൽ പ്രീതി പിടിച്ചു വെച്ചിട്ട് കുറച്ചു നേരം സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. അല്ല ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അച്ഛന് മനസ്സിലായില്ലേ? പോയിന്റ് മനസ്സിലായി. നമ്മളെല്ലാം കൂടെ കല്യാണത്തിന് പോണോന്ന് തന്നെ പണിയിടുന്നു. പിള്ളേരെ വാചോടിച്ചിരിക്കാതെ പെട്ടെന്ന് പോയി റെഡിയായേ. റെഡിയാവാ. കേശു നേരത്തെ അവിടെ എത്തിയാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും. താമസിച്ച അവിടെ ഒന്നും ഉണ്ടാവൂല കഴിക്കാൻ. പിന്നെ കേശു ഇവളെങ്ങനെ ആൾക്കാരെ മയക്കി എടുക്കണവള്? ആ പിള്ളേരെ കല്യാണത്തിന് പറഞ്ഞു വിടണം. നിങ്ങൾക്ക് ആഗ്രഹം കാണൂലേ? ബന്ധുക്കളൊക്കെ വരുമ്പോ പിള്ളേരൊക്കെ ഒന്നുകൂടെ എന്തൊരു സന്തോഷമായിരിക്കും. പറഞ്ഞു വിടണ ബാൻഡ്. എന്റെ ശങ്കരണ്ണ ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങൾക്ക് അറിയാമോ? ശങ്കരമാവാ ഓ ഒന്നിങ്ങ് വരാമോ? ഇതാ വരണം മോളെ. ഞാൻ പോയിട്ട് പോയിട്ട് വാ. ആക്കണ്ട ഞാൻ വരുന്നുണ്ട്. വന്നതും ഇങ്ങനെ നിന്നതും ഇങ്ങനെ. നമ്മൾ മാത്രം വഞ്ചി ഒറ്റയ്ക്ക് വാ. എങ്ങോട്ട് വിളിക്കണം? ഇങ്ങോട്ട് പടം അങ്ങോട്ട് വാ. മോളെ ഇവിടെ ചേച്ചി സത്യത്തിൽ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ചേട്ടൻ ഒറ്റയ്ക്കായിരിക്കില്ലേ? പിന്നല്ലാതെ അവന് ഭയങ്കര പ്രയാസമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ചേട്ടൻ്റെ കൂടെ ഇരിക്കും, ഞങ്ങൾ കല്യാണത്തിന് പോവാം. വേണ്ട മോള് ഇവിടെ ഞാൻ വരുന്ന കല്യാണത്തിന്. അതൊന്നും ശരിയാവില്ല. അത് ശരിയാകത്തതോ? ഒന്നാമത് ഈ 10-20,000 20 ലക്ഷം എത്രയോ പുറത്ത് 20 ലക്ഷം രൂപയുടെ വീഡിയോ ആണ്. അത് തന്നെ സിനിമ പോലെ ഇരിക്കും. നമ്മൾ മൊബൈലിൽ കാണണ്ടേ? അമ്മ അച്ഛനോടൊരു മയത്തിൽ സംസാരിക്കുക. അപ്പൊ അച്ഛനും കൂടെ വരും.
ആർക്കും പാലും പഞ്ചസാരയൊന്നും കൊടുത്തിട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ഓ അമ്മ അമ്മയ്ക്ക് ഭയങ്കര ഭാഷ കൂടുതലാണ് കേട്ടോ. പാവ അച്ഛൻ. ലച്ചു വരണില്ല കേട്ടോ കല്യാണത്തിന്. അച്ഛനും കൂട്ടായിട്ട് അവളുണ്ടാവും. ഞാനുണ്ട്. എന്നാ പിന്നെ മിണ്ടാതെ നിക്ക്. അതെ, എല്ലാരും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടന് സങ്കടം കൂടും. ചെല്ല്. ഞാൻ ആ സദ്യയുടെ പേര് കേട്ടിട്ട് മാത്രമാണ് അങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ അച്ഛനും കൂടെ ഇരുന്നേനെ. ഇവൻ പോണെന്ന് പറഞ്ഞോണ്ട് മാത്രമാ ഞാൻ വരണ. ഇല്ലെങ്കിൽ ഞാനും ഇവിടെ ഇരുന്നേനെ. ഒരു സാധനം വെച്ചാൽ മറ്റെടുത്തിരിക്കൂല. ഇവിടെ എന്തോന്ന് പൊതുയോ എല്ലാം കൂടെ ഒരു കൂടാലോചന കേട്ടാ. എന്തിനു കൂടാതെ ഇവന് ഭ്രാന്തി തന്നെ. അല്ല ഊളം പറയല്ലേ കൊണ്ടിടേണ്ടി വരും. എന്റെ പൊന്നെ ഇങ്ങനെ ഒരു ജമ്മം. ചേച്ചി വിളിച്ച് സംസാരിക്കേ. ചേച്ചി വിളിച്ചാ വരും. ശരി തന്നെ മോളെ. മോള് പോയി സംസാരിച്ച് നോക്ക്. വരൂ മോളെ ചെല്ല്. ചേച്ചി പോ മോളെ. ഒന്ന് ചെല്ല്. അമ്മ ചെല്ല്. ചെല്ലമ്മ. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കാൻ. എന്തടേ പറ. പോയി റെഡിയാവും പെട്ടെന്ന്. കല്യാണത്തിനോ ഞാൻ വന്നാലേ തോക്കണ എൻ്റെ അച്ഛൻ മാധവൻ തമ്പി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് വരണില്ല. എൻ്റെ അച്ഛനെ സാക്ഷ്യത്തെയാണ് ഞാൻ പറഞ്ഞത്. വരണില്ല എന്ന്. അച്ഛാ വെറുതെ വാശി പിടിക്കാതെ വരാൻ നോക്കിച്ചാ. നിനക്ക് നിന്റെ അച്ഛൻ്റെ അഭിമാനം വരുന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചേ പറ്റൂ. നിങ്ങൾ വാ. അതാ മാമാ നീ ഒന്ന് പാടാ. കാരണം പറഞ്ഞ ബാ. അങ്ങോട്ട് മാമ വാ. വിളിക്കുന്നു മാമൻ ചെല്ലി പാ വിളിക്കുന്നു പോ. മാമ കണ്ട കുലുങ്ങാതെ ഇരിക്കണ ഇരിപ്പ് കണ്ട. കുലുങ്ങി. മാമ ഞാൻ നിങ്ങളുടെ ബന്ധുക്കളുടെ എല്ലാവരുടെയും കല്യാണത്തിന് ഞാൻ വന്നിട്ടുള്ളതല്ലേ. നെയ്യാറ്റിൻകരയും തിരുവട്ടാറും നാഗർകോവിലും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു കുട്ടീന്റെ കല്യാണം വന്നപ്പോ വരാൻ പറ്റില്ല എന്ന് മാമൻ ഒന്ന് പറ. ഇതിനെ പറ്റി മാമൻ എന്താ പറയാനുള്ളേ? വെറും മോശമായി പോയി മോളെ. അല്ലേ? തന്നെ ശങ്കരണ്ണ എന്നെ പ്രകോപിതനാക്കരുതെന്ന് ഇവിടുത്തെ പറ. എന്റെ അനുവാദം ഇല്ലാതെയാണ് എല്ലാവരും കല്യാണത്തിന് പോണത്. എന്നിട്ട് ഗ്രഹനാഥനെ ഞാൻ ഇവിടെ കൊഞ്ഞാണെ പോലെ നോക്കിക്കൊണ്ടിരിക്കരുത്. എന്റെ സ്വഭാവം കുത്തിക്കാറ്റി. ഞാൻ ഇല്ല. ഞാൻ ആരോടും വഴക്കിനില്ല. ഒരു മംഗളകർമ്മത്തിന് പോവാണ്. അതുകൊണ്ടാണ് വഴക്കിനില്ലാത്ത. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ വീട്ടിലെ ഈ കുട്ടീൻ്റെ കല്യാണത്തിന് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലെ ആരെ കല്യാണം നടന്നാലും എന്ത് മംഗളകർമ്മം നടന്നാലും ഞാൻ വരില്ല. മംഗളകർമ്മം മാത്രമല്ല, ആരെങ്കിലും ചത്താ പോലും ഞാൻ തിരിഞ്ഞു നോക്കൂല. എന്തോ ചേച്ചി പറയുന്നേ? മോളെ നീലു, നീ എന്തോന്ന് പറയണത്? അച്ഛാ അമ്മ പറഞ്ഞാ മനസ്സിലായില്ല. അല്ല ഞാൻ ഈ കല്യാണത്തിന് വരൂല എന്ന് പറഞ്ഞപ്പോഴേ നീ ഇങ്ങനെ ഈ കടുത്ത ഉറച്ച തീരുമാനം എടുക്കണതിന് അതിന്റെ ആവശ്യമൊന്നും എന്താണ് ശങ്കരണ്ണ? അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നും ശങ്കരണ്ണ. ഞാനേ പടവലം വീട്ടിൽ കുട്ടമ്പിളയുടെ മോളാണ്. എനിക്ക് കുറച്ച് വാശിയുണ്ട്. അമ്മ അത്രക്ക് ഇങ്ങോട്ട് വേണ്ട. അച്ഛൻ കല്യാണത്തിന് വരില്ലേ? പിന്നല്ലാതെ ചേട്ടൻ വരും. ഇവിടെ കല്യാണത്തിന് വാടാ. നീ എന്തരി മതി നിങ്ങൾ നിർത്തി. ഞാൻ പറയട്ടെ. മതി ഞാൻ വരാം. വേറെ ഒന്നും കൊണ്ടല്ല. ആ കല്യാണ പെണ്ണ് അവൾ ആരെയാണ്? നിന്റെ ആര്? കുഞ്ഞമ്മേരെ മോള്. അല്ല കുഞ്ഞമ്മേരെ മോളെ ചാച്ചിയുടെ മോള്. അവൾക്ക് മോളെ പോലെയാണ്. അതുപോലെ എനിക്കും എൻ്റെ മോളെ പോലെയാണ്. അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരാം. മതി. അല്ലെങ്കിലും അറിയായിരുന്നു അവസാനം ചേട്ടൻ സമ്മതിക്കുമെന്ന്. അതൊക്കെ ഒരു 1000 രൂപ ഞാൻ ഒരു മുണ്ട് ഷർട്ട് മതി. പെട്ടെന്ന് അതെ പെട്ടെന്ന് ഇറങ്ങി നിൽക്കണം. എടുത്ത് മാറ്റി വെക്ക് വെറുതെ സ്കൂട്ടർ കണ്ണി കുത്താരനെങ്കിൽ കേട്ടാ. കൊണ്ടുവയ്ക്കാം തരൂ. ശങ്കരണ്ണ നിങ്ങളും കൂടെ വരി. മുണ്ട് വാങ്ങിട്ട് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും അല്ലേ? വരി സാറിന് പെട്ടെന്നൊക്കെ ഇറങ്ങി നില്ലടേ. റെഡിയാവും. കുളിയടാ എന്തെങ്കിലും കുളി പോ. കുളിച്ച് റെഡിയാവോ. സമയം 3:30 ഈ മുണ്ട് പിടിക്കുമ്പോ അച്ഛനെയും കാണുന്നില്ലല്ലോ. അല്ലേലും ഒരു സ്ഥലത്തേക്ക് നേരത്തിനും കാലത്തിനും നമുക്ക് എത്താൻ പറ്റില്ല.
ഒന്നല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഏതെങ്കിലും ഒരാൾ നേരം വൈകിപ്പിച്ചിരിക്കും. സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്നാ എന്റെ പേടി. അവന്റെ ഒരു ഫുഡ് ഉണ്ടായി അവിടെ. തന്റെ അച്ഛൻ എവിടെ പോയി കിടക്കണടാ? അതന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ. പിള്ളേരെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചാ? അത് ഞങ്ങൾ ഇന്നലെ എടുത്തു വെച്ചമ്മേ. അമ്മ ഇങ്ങോട്ട് വന്നേ. എന്തേ? ഇങ്ങോട്ട് വാ. എന്തേ? അമ്മ, അമ്മയുടെ ഫോൺ എന്തിയേ? അകത്തുണ്ട്. അച്ഛനെ വിളിച്ചായിരുന്നാ? ഓ, അച്ഛനെ വിളിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഫോൺ ഇവിടെ ഇരിക്കുക. ഓഫി, അച്ഛൻ കാണിക്കുന്ന ഓരോ മണ്ടത്തരങ്ങൾ എൻ്റെ അമ്മോ. അമ്മ, ഇതേ ഒരു ഓട്ടോ പറയുന്നുണ്ട്. മോളെ, കല്യാണത്തിന് എല്ലാരും റെഡിയായ? എങ്കിൽ പോവാം. എടാ ബാലു, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് ഇറങ്ങാൻ. രാജകുമാരന്റെ മോളെ കല്യാണത്തിന് പോവാൻ ചക്രവർത്തി റെഡി. എടാ ഇങ്ങോട്ട് ഇറങ്ങടാ ബാലു, ഇങ്ങോട്ട് ഇറങ്ങ. പൈസ കൊടുക്കാതെ മകളെ ശിവ അച്ഛാ, പോവാ. നീ റെഡി അല്ലേ? കല്യാണത്തിൻ്റെ ഉണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? കൊള്ളാം. വലിയ VIP കല്യാണമാണ് അല്ലേ? വലിയ കുടുംബക്കാരാണ്. അപ്പൊ നമ്മൾ അവരെ കൂടെ പിടിച്ച് നിൽക്കണ്ടേ? നമ്മൾ സ്റ്റാറ്റസ് കാണിക്കണ്ടേ? ഇല്ല എന്നാ മകളെന്ത് എന്തെല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? തുറച്ചു നോക്കണേ? പോവാ, സമയമില്ല. കണ്ട എന്റെ ചെറുക്കൻ തുന്നര കുട്ടപ്പനായത് കണ്ട. എടാ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാനൊരു ഉമ്മരട്ടാടാ. എന്തോ നച്ച ഇത് രണ്ടുപേരുടെ കുടിച്ചല്ലേ? ഞാൻ കുടിച്ചില്ല. ഇതുപോലെ കഴിച്ചു. സത്യം ഇതുപോലെ ധൈര്യത്തിന് വേണ്ടിയാണ്. വലിയ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ മുമ്പേ നമ്മൾ അവരുടെ കൂടെ നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. കല്യാണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ പൊന്നെണ്ണ അവിടെ ഇത് കുടിയും കൂടിയായിട്ടൊക്കെ തന്നെ. എടാ ഇറങ്ങ്. എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മകളെ വാടാ, വാ. ഉമ്മാരത്തെ വാ. ആടെ ഉമ്മാരത്തടാ, വാടാ. എനിക്ക് ഇറങ്ങണേ പോണ്ടേ? പറഞ്ഞു ഇയാളടുത്ത് കുറച്ച് രണ്ടെണ്ണം ഉണ്ണുന്നതിന് മുമ്പേ രണ്ടെണ്ണം അടിക്കണം. അതാണ് കണക്ക്. അതുകൊണ്ടാണ് നിങ്ങളത് പറഞ്ഞത് രണ്ടെണ്ണം അടിക്കാമെന്ന്. ഇങ്ങോട്ട് തിരിഞ്ഞ സമയം കൊണ്ട് 4 അടിച്ച് തുളയ്ക്കത്ത് ഞാൻ പോണത്. മിലു വാ. നല്ല സാരി, നല്ല ഉടുപ്പ്, നല്ല നിക്കറ്. വാ 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 വാ. അറിയില്ലേ? നീ പോടെ, ഞാൻ വരാം. പോ. അച്ഛാ, നീ പോടി, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? വീട്ടുകാരെല്ലാം കൂടെ വെയിറ്റ് ചെയ്യാണ്. ബാലു, നീലിമ, ബാലേന്ദ്രന്റെ കുടുംബ ഫാമിലി എവിടെയെന്ന് അവർ കേട്ടോണ്ടിരിക്കുകയാണ്. വാ വാ, കമോൺ ബോയ്സ്. മിലു വാ. അച്ഛാ, അകത്തോട്ട് വാ. വരാടി, നീ പോ. ഇവളെ കാര്യം. വാ വാ, പെട്ടെന്നിറങ്ങ പോവാം. ഡേയ്, ഇതെന്തോന്ന് ഉടുപ്പടാ ഇത്? ഇത് ആര് വാങ്ങിച്ചു? സെക്കൻഡ് ഹാൻഡാ? അമ്മ വാങ്ങിച്ചതാ? പോണ വഴിയിൽ അച്ഛൻ നല്ല ഉടുപ്പ് വാങ്ങിച്ചു തരാം കേട്ടാ. അയ്യോ, ഞാൻ ഏത് ഡ്രസ് ഇടും? ഷർട്ട് വല്ലതും അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആ, ഇതാണ് ഭാര്യ കേട്ടാ. മക്കളെ, ഇതിൽ അച്ഛൻ ഏതിടണോടാ? ഇതിൽ ഏതിടണം? ഈ ഡ്രസ്സിൽ അച്ഛൻ ഏത് ഡ്രസ്സ് ഇടണമെന്ന് പറ. നല്ല തേച്ച് മടക്കി വെച്ചിരിക്കണം. ഏതിടണം? എന്താ കണ്ട? ഇവിടെ കല്യാണത്തിന് ഒരു സ്റ്റൈലായിട്ട് മുടി വെട്ടിക്കുന്നുണ്ട കറക്റ്റായിട്ട്. എന്ത് എന്താ നിനക്കൊന്നും പറയില്ലേ? അയ്യോ, കരയണ ആനന്ദ കണ്ണീരാ? നീ ജയിച്ചല്ലേടി, നീ ജയിച്ചേ. നീ തോക്കാൻ പാടില്ല. കുട്ടൻപിള്ളേരെ മോൾ ഒരിക്കലും തോക്കരുത്. എന്നെ കല്യാണത്തിന് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ കല്യാണത്തിന് വരാൻ പോകുന്നു. പ്രശ്നം എന്തു? വാ, കല്യാണത്തിന് പോവാം. അച്ഛൻ എന്ത് പണിയാച്ച കാണിച്ചത്? ഈ തല എന്തോന്ന് കാണിച്ചു വെച്ച് തന്നിരിക്കണേ? നിന്റെ തല ഒന്ന് ചകിരി തൂറ് പോലെ ഇങ്ങനെ വൈക്കോൽ തൂറ് പോലെ ഇങ്ങനെ വെച്ചേക്കലടാ. അതിനേക്കാൾ ഭംഗിയല്ലടാ ഇത്. നല്ല നീറ്റായിട്ട് പറ്റിയില്ലടി. രമേ, നീ ഒന്ന് അഭിപ്രായം പറയാത്ത? ചേട്ടൻ്റെ തല കൊള്ളാമോ? പോവാം. വാ. ഞാൻ അവിടെ വരുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. നിങ്ങൾ ആഗ്രഹം പോലെ കാര്യങ്ങളെല്ലാം സാധിച്ചല്ല.
നിങ്ങൾ ജയിച്ച് അത് നടക്കട്ടെ. നടക്കട്ടെ, അവനെ ഓടാൻ പോണം ജയിച്ചിട്ട്. എന്താ പോ വാ നീല. എന്നെ തൊടരുത്, ഇനി മേലെ എന്നെ തൊടാനും വരരുത്. ഓ തൊടില്ല, വേണ്ട, നമുക്ക് തൊടാൻ വേണ്ട. മക്കളെ വാ, പോവാ കല്യാണത്തിന് വാ. ഞങ്ങളാരും ഇല്ല. എന്ത് ഇല്ല, ഇവിടെ പുതിയ വാടാ. ഞാനൊന്നുമില്ല. അച്ഛനോട് ആരും കല്യാണത്തിന് പറഞ്ഞില്ലേ? ഞങ്ങൾ ആരും അച്ഛനോട് വന്നില്ല. എന്ത് കുഴപ്പമെന്ത്? അച്ഛനെ കണ്ട് പേടിയാവണം എനിക്ക്. അച്ഛനെ കണ്ട പേടിയാ? ആ അത് കൊള്ളാല്ലേ. മക്കളെ കഴിച്ചു, നീ വാടാ. സദ്യ കൊടുത്ത് ഇലയൊക്കെ നക്കി തുടച്ചിട്ട് വരാം. വാ വാടാ വാ. അവൻ വരില്ല. അവൻ വരില്ല. ആരും വരൂല. ഇല്ല ഇല്ല ആരും വരൂല. നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ. ഓ വെല്ലുവിളിയാണോ? പിന്നെ നിൽക്കില്ല. അവളെ വെല്ലുവിളിക്കണം. പിന്നെ വെല്ലുവിളിക്കാണ്. ഞാൻ ഒറ്റയ്ക്കും അല്ല, ഞാൻ ചങ്കരനെ കൊണ്ട് ഞാൻ പോവും. നമ്മൾ ഒരുമിച്ച് കല്യാണത്തിന് പോകും. ആ പറഞ്ഞ കേട്ടാ. അമ്മേരെ ന്യായങ്ങളും കേട്ടോണ്ട് ഇവിടെ ഇരുന്നോ. അമ്മയെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണ അമ്മേരെ മോനെ. വാ. അമ്മ അച്ഛൻ കല്യാണത്തിനായിട്ട് പോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അമ്മ കരഞ്ഞോണ്ടിരിക്കാണ്ട് വാ. വാ അമ്മ. അമ്മ പോ. വാ അമ്മ. ബാണിക്ക് ആരും വരണ്ട, ഒരുത്തളും വരണ്ട. ചങ്കരണ്ണ എഴുതിങ്ങോട്ട് എഴുതിക്കാൻ എല്ലാം കൂടെ അടിച്ച് കയറ്റണം. ഞാൻ പറഞ്ഞില്ലേ അണ്ടേ അവള് പറ്റിച്ച്. നീര് കല്യാണത്തിന് വരല്ലെന്ന് പിള്ളേര് അവളെല്ലാം ഒറ്റക്കെട്ട് ആരും പറഞ്ഞില്ല. വാ നമുക്ക് കല്യാണത്തിന് വാ. അവൻ രാജകുമാരനാണെങ്കിൽ നീ നെയ്യാറ്റിൻകരയിലെ രാജാവിന്റെ മോൻ. മാധവൻ തമ്പി ആരാണെന്ന് അറിയാമോ? എന്താണ് എന്റെ അച്ഛനെ പറ്റി എന്താ ചോദിക്കണം? കുളത്തറയിലെ നാട്ടുരാജാൻ. അങ്ങേരെ മുമ്പേ ഇവൻ വെറും തെണ്ടി. ആര് തണ്ടി? രാജകുമാർ. അവന് രാജകുമാർ എന്ന് വിളിക്കല്ല, പറത്ത അവൻ രായപ്പൻ ചാണാമാരൻ നിന്നവൻ നമ്മളെ വീട്ടില്. പോവാ കല്യാണത്തിന് പോവാ. എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് കല്യാണത്തിന് പോവാ. വാ ചേട്ടൻ കൈവിട്. കല്യാണത്തിന് വരുന്നില്ല ഞങ്ങള്. അച്ഛൻ എണീറ്റേ വീട്ടിൽ പോവാ. നീ വരണ്ട, നീ വരന്നില്ലേ. നമ്മള് കല്യാണം കൂടി സദ്യ കൊണ്ടിട്ടേ വരുള്ളൂ. ബാല ഒരു കാര്യം വിചാരിച്ചാ എന്റെ പൊന്നെ പറഞ്ഞാള്. നീ വിട്ടെ, അകത്ത് പോ. ചെല്ല്. അതിനെന്ത് എണീപ്പിക്കാൻ നോക്കി എണീക്കുന്നത് ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. വരുമെങ്കിൽ അതുപോലെ തങ്കരണ്ണന് പോവാനും അറിയാം. ബലം പിടിച്ചാൽ നിങ്ങള് എനിക്ക് വയ്യടേ. ഒരു കാര്യം ചെയ്യാൻ ഒരു മാർഗമുണ്ട്. എഴുതി ഞാനല്ല ബാലുവല്ലേ പറയണ, അണ്ണന്റെ ബാലല്ലേ പറഞ്ഞു. നില്ല്, ബലം പിടിക്കൽ നില്ല, അങ്ങനെ നില്ല. മര്യാദക്ക് നിൽക്കണം. നടക്കാൻ വയ്യല്ലേ? വയ്യ. കുടുംബക്കാരും നിലത്ത് വീഴാ. അണ്ണനെ കൊണ്ടു, ഞാൻ കൊണ്ടു, ഉടയാതെ കൊണ്ടു കേട്ടാ. കേട്ടാ എന്നാ വാ.